അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാം ഇതിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പാഠം നോക്കാം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. സബൂം വ ഇഷ്റൂന ദറജ. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നബിയെ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് അനുവദിക്കുമോ? അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടാവും ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. പുരുഷന്മാർ 5 നേരവും മസ്ജിദിൽ വെച്ച് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അത് ഫർള് കിഫായയാണ്. ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടക്കാതിരുന്നാൽ അവിടെയുള്ള എല്ലാ മുക്കല്ലഫായ പുരുഷന്മാരും കുറ്റക്കാരാകും. ജമാഅത്ത് നിസ്കാരത്തിന് 27 ദറജ പ്രതിഫലമുണ്ട്. അംഗസംഖ്യ കൂടുതലുള്ള ജമാഅത്താണ് ഏറെ പുണ്യകരം. കൂട്ടർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത് നോക്കൂ. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് വീടാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന. അതിൻ്റെ അർത്ഥം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത് നോക്കൂ. ജമാഅത്ത് സഹീഹാകാൻ ചില ഷർത്തുകളുണ്ട്. അപ്പോൾ ആ ഷർത്തുകളിൽ ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. 1. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ മഅ്മൂം നിയ്യത്ത് ചെയ്യുക. ഇമാം ജമാഅത്തിന് നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ ജുമുഅയിൽ ഇമാമിന് അത് നിർബന്ധമാണ്. ഇനി അതിലെ രണ്ടാമത്തത് നോക്കൂ. ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂം അറിയുക. ഇമാമിനെയോ മുന്നിലെ സഫുകളെയോ കണ്ടും ഇമാമിൻ്റെ ശബ്ദം കേട്ടും ചലനങ്ങൾ അറിയാവുന്നതാണ്. മൂന്നാമത്തെ ഷർത്ത്, മഅ്മൂമിൻ്റെ മടമ്പ് ഇമാമിൻ്റെ മടമ്പിനേക്കാൾ മുന്താതിരിക്കുക. 4. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കുക. മസ്ജിദിലാണെങ്കിൽ മഅ്മൂമിന് ഇമാമിലേക്ക് സാധാരണ നിലയിൽ എത്തിച്ചേരാൻ കഴിയണം. മസ്ജിദിലല്ലെങ്കിൽ സാധാരണ നിലയിൽ കിബിലയെ പിന്നിലാക്കാത്ത വിധം എത്തിച്ചേരാൻ കഴിയണം. 5. എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്തുകളിൽ യോജിക്കുക. തിലാവത്തിൻ്റെ സുജൂദ്, സഹ്വിൻ്റെ സുജൂദ് എന്നിവ ഇമാം ചെയ്താൽ കൂടെ ചെയ്യണം. 1-ാം അത്തഹിയാത്ത് ഇമാം ഒഴിവാക്കിയാൽ മഅ്മൂമും ഒഴിവാക്കണം. എന്നാൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം പോലെയുള്ള അഭംഗിയാകാത്ത സുന്നത്തുകളിൽ യോജിക്കണമെന്നില്ല. 6. രണ്ടുപേരുടെയും നിസ്കാരത്തിൻ്റെ ഘടന ഒരുപോലെയാവുക. ജനാസ നിസ്കാരമോ ഗ്രഹണ നിസ്കാരമോ നിർവഹിക്കുന്നവനെ തുടർന്ന് ളുഹ്ർ നിസ്കരിക്കുന്നത് സാധുവാകില്ല. ഇനി 7-ാമത്തത് നോക്കൂ. ശർഈയായ കാരണമില്ലാതെ തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിൻ്റെ പിന്നിലാവാതിരിക്കുക. 8. കാരണത്തോടു കൂടെ കർമ്മപരമായ 3 ദീർഘ ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിൻ്റെ പിന്നിലാവാതിരിക്കുക. 9. തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകൾ കൊണ്ട് മുന്നിലാവാതിരിക്കുക. 10. മഅ്മൂമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ പിന്നിലാവുക. ഇമാമിനു മുന്നേ ഒരു ഫർള് ചെയ്യൽ ഹറാമാണ്. മനഃപൂർവ്വം അപ്രകാരം ചെയ്താൽ തിരിച്ചു വരൽ സുന്നത്താണ്. അശ്രദ്ധമായി ചെയ്താൽ തിരിച്ചു വരികയോ അവിടെ തുടരുകയോ ചെയ്യാം. ഇമാം അധിക റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ ഇമാമിനോടൊപ്പം നിൽക്കാൻ പാടില്ല. അത്തഹിയാത്തിൽ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. 4 റക്അത്തുള്ള നിസ്കാരത്തിലെ 3-ാം റക്അത്തിൽ ഇമാം ഇരുന്നാൽ കൂടെ ഇരിക്കാൻ പാടില്ല. എഴുന്നേറ്റ് നിന്ന് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം നിസ്കാരം ബാത്തിലാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠം നന്നായി മനസ്സിലായല്ലോ.
അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ചും ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള പ്രതിവിധി, അതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും. കൂട്ടുകാർ പാഠം നന്നായിട്ട് വായിക്കുക, നന്നായി മനസ്സിലാക്കുക. അപ്പോൾ അതിലുള്ള വൺ വേർഡുകളെല്ലാം മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. തദ്രീബാത്ത്. നെഹ്താറുൽ മുനാസിബ്. അതായത് നമുക്കിവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ടാവും, അതിനും ഒരു 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിന് ശരിയായ ഓപ്ഷൻ്റെ നേർക്കുള്ള ആ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 1. നിസ്കാരത്തിൽ ഇമാമും മഅമൂമും എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്ത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? തിലാവത്തിൻ്റെ സുജൂദ്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, സുജൂദിലെ ദിക്ർ. ഏതാണ് ശരി ഉത്തരം? ഉത്തരം തിലാവത്തിൻ്റെ സുജൂദ്. അപ്പോൾ ആ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇത് നിർവഹിക്കുന്നവന്റെ പിറകിൽ ളുഹർ നിസ്കരിച്ചാൽ സാധുവാകില്ല. നോക്കൂ, ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കൂ. ജനാസ നിസ്കാരം, അസർ നിസ്കാരം, ഇഷാ നിസ്കാരം. ശരി ഉത്തരം ജനാസ നിസ്കാരം. 3. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുൻപ് മഅമൂം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ എന്താ സംഭവിക്കുക? ഓപ്ഷൻസ് നോക്കൂ. നിസ്കാരം സ്വഹീഹാകും, സ്വഹീഹാകില്ല, കുഴപ്പമില്ല. ശരി ഉത്തരം സ്വഹീഹാകില്ല. അപ്പോൾ അതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബു ബി കലിമത്തിൻ വാഹിദ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ജുമുഅയിൽ ഇമാം ജമാഅത്തിനെ നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. 2. ജുമുഅയല്ലാത്ത നിസ്കാരങ്ങളിൽ ഇമാം ജമാഅത്തിനെ നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. 3. ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ദറജ പ്രതിഫലമുണ്ട്? ഉത്തരം 27 ദറജ. 4. 5 വഖത്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കുന്നതിൻ്റെ വിധി. ഉത്തരം ഫർള് കിഫായ. 5. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലമേത്? ഉത്തരം വീട്. 6. ഇമാമിനു മുന്നേ മഅമൂം ഒരു ഫർള് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം ഹറാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. മൂന്നാമത്തെ പ്രവർത്തനം. നുജീബ്, ഉത്തരം എഴുതുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന് നിസ്കാരമില്ല. ആർക്ക്? ഉത്തരം അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മുക്കല്ലഫായ എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാകും. എപ്പോൾ? ഉത്തരം ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടക്കാതിരുന്നാൽ. 3. ഇമാമിന്റെ ചലനങ്ങൾ മഅമൂമുകൾ എങ്ങനെ അറിയും? ഉത്തരം ഇമാമിനെയോ മുന്നിലെ സഫുകളെയോ കണ്ടും ഇമാമിന്റെ ശബ്ദം കേട്ടും ഇമാമിന്റെ ചലനങ്ങൾ അറിയാവുന്നതാണ്. നാലാമത്തെ ചോദ്യം. എതിരാവൽ അഭംഗിയാവാത്ത സുന്നത്തുകൾക്ക് 3 ഉദാഹരണം എഴുതുക. ഉത്തരം. 1. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. 2. ദുആഉൽ ഇഫ്തിതാഹ്. 3. ഔദു ഓതൽ. ഇനി അടുത്തത് നാലാമത്തെ പ്രവർത്തനം. നക്തുബു ഫിക്ര. ഒരു ഖണ്ഡിക എഴുതുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ സംഭാഷണം. ഉത്തരം. നബിയെ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് അനുവദിക്കുമോ? അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന സംഭാഷണം. ഇനി അതിലെ 5ാമത്തെ പ്രവർത്തനം നോക്കൂ. തഹ്സീസ്, അസൈൻമെന്റ് എഴുതാനുള്ളതാണ്. 1. ജമാഅത്ത് സ്വഹീഹാവാനുള്ള ഷർത്തുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അപ്പം നമ്മളിവിടെ പാഠത്തിൽ ജമാഅത്ത് സ്വഹീഹാവാൻ ചില ഷർത്തുകളുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷർത്തുകളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ചാർട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾ 4 പുറം അതിൽ മാർജിനൊക്കെ ഇട്ട് നല്ല വൃത്തിയായി ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് എഴുതുക. ഇനി നമുക്ക് അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
കുട്ടികളെ 2 ഗ്രൂപ്പാക്കി പാഠഭാഗത്ത് നിന്ന് പരസ്പരം ചോദ്യോത്തരങ്ങൾ നടത്തുക. അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു വർക്കാണ്. എന്നാലും നിങ്ങൾ ഒരു 2 ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, ആ ഒരു മോഡൽ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അതൊന്ന് നോക്കൂ. നമുക്കപ്പോൾ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എ എന്നും മറ്റേ ഗ്രൂപ്പിനെ നമുക്ക് ബി എന്നും വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പുകാരെ ഒരു 5 ചോദ്യം ബി ഗ്രൂപ്പിനോട് ചോദിക്കുക. അതുപോലെ ബി ഗ്രൂപ്പ് എന്ത് ചെയ്യണം, ഒരു 5 ചോദ്യം എ ഗ്രൂപ്പിനോട് ചോദിക്കുക. അപ്പോൾ 5ഓ 10ഓ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാച്ചാൽ അത്രയും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എടുക്കുന്നത് അത് നോക്കാൻ നമ്മൾ ഒരാളെ നിർത്താം, നമുക്ക് അറിയുന്ന ഒരാളെ നിർത്താം. അങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എ ഗ്രൂപ്പ് ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിക്കാം, ജമാഅത്ത് നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? അപ്പോൾ ബി ഗ്രൂപ്പ് അതിന് ഉത്തരം പറയാം, എന്ത്? 27 ദറജ. അപ്പോൾ എ ഗ്രൂപ്പ് ചോദിക്കുക, ഇമാമിന് മുന്നേ മഅ്മൂം ഒരു ഫർള് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? അപ്പോൾ അതിന് ബി ഗ്രൂപ്പ് പറയാം, ഉത്തരം ഹറാം. അപ്പോൾ വീണ്ടും എ ഗ്രൂപ്പ് ചോദ്യം ചോദിക്കുന്നു, മഅ്മൂം ഇമാമിന് മുന്നേ അശ്രദ്ധമായി ഒരു ഫർള് ചെയ്താൽ എന്തു ചെയ്യണം? ഉത്തരം തിരിച്ചു വരികയോ അവിടെ തുടരുകയോ ചെയ്യാം. അപ്പം ഇങ്ങനെ ഗ്രൂപ്പുകൾ മാറി മാറി നമുക്ക് ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാം. ഇനി നമുക്ക് ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പിനോട് ചോദിക്കാം, ഇമാം അധിക റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ മഅ്മൂം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എ ഗ്രൂപ്പ് പറയണം, മഅ്മൂം ഇമാമിനൊപ്പം നിൽക്കാൻ പാടില്ല, അത്തഹിയാത്തിൽ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. വീണ്ടും ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പിനോട്, 4 റക്അത്തുള്ള നിസ്കാരത്തിലെ 3-ാം റക്അത്തിൽ ഇമാം ഇരുന്നാൽ മഅ്മൂം എന്തു ചെയ്യണം? അപ്പോൾ എ ഗ്രൂപ്പ് ഉത്തരം പറയണം, മഅ്മൂം ഇമാമിനോടൊപ്പം ഇരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് നിന്ന് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാത്ത പക്ഷം നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചോദ്യോത്തര പരിപാടി നമുക്ക് നടത്താം. അപ്പോൾ ഇതുപോലെ നടത്തി നിങ്ങൾ ക്ലാസ് റൂമിൽ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലൊക്കെ അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വർക്ക് ഞാൻ കൂട്ടുകാർക്ക് ഒരു മോഡലിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ കൂട്ടുകാർ ഇതന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ പാഠം വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കി നിങ്ങൾ തന്നെ ചോദിക്കുക. അപ്പോൾ അത് കൂട്ടുകാർ അത് ക്ലാസ് റൂമിൽ ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.